ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. സ്നേഹമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ രക്ഷയും അള്ളാഹുവിൻ്റെ റഹ്മത്തും നമുക്കെല്ലാവർക്കും വർഷിക്കട്ടെ. ആമീൻ. മുസ്ലിമായി നല്ല മനുഷ്യരായി ജീവിക്കണം എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ളുഹ എന്ന് പറയുന്ന ഒരു ചെറിയ അധ്യായം, ഒരു ചെറിയ സൂറത്ത്, ആ ചെറിയ സൂറത്തിൻ്റെ അർത്ഥവും അല്പം വിശദീകരണവും മാത്രം ഈ സന്ദർഭത്തിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുകയാണ് ഈ അധ്യായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം തൊട്ട് പ്രവാചകൻ്റെ അവസാന കാലഘട്ടത്തിലുള്ള ജീവിതം, ഇതിലേക്കൊക്കെ ഈ സൂറത്ത് വെളിച്ചം നൽകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലുഹാ. വല്ലുഹാ, ലുഹാ എന്ന് പറഞ്ഞാൽ പൂർവാഹനം എന്നതിന് പറയും. പക്ഷേ അതൊരു ടൈമാണ്, ഒരു സമയമാണ്. സമയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് മീനിങ് സൂര്യൻ ഉദിച്ചിട്ട് അല്പമായതിനു ശേഷം ഉള്ള സമയത്തിനാണ് ലുഹ എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലുഹാ, പൂർവാഹനം തന്നെയാണ് സത്യം, ലുഹ തന്നെയാണ് സത്യം. സൂര്യൻ ഉദിച്ചിട്ട് 2 കുന്തത്തിൻ്റെ അത്ര ആയാലാണ് ലുഹ എന്ന് പറയുന്നത്. ഖദറ റുംഹൈൻ എന്ന് കാണാം. എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ ഉള്ള സമയത്തിനാണെന്ന് പറയുക, ലുഹ എന്ന് പറയാം. ലുഹ എന്ന് പറഞ്ഞിട്ട് ഒരു നമസ്കാരമുണ്ട്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാം. സൂര്യൻ ഉദിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ, 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ലുഹ നമസ്കരിക്കാം. അത് ലുഹർ, സ്വലാത്തുൽ ലുഹർ ഉണ്ടല്ലോ, ആ നമസ്കാരത്തിൻ്റെ ഏതാണ്ട് ഒരു 10 മിനിറ്റ് മുമ്പ് വരെയുള്ള സമയത്തിനാണ് ലുഹ എന്ന് പറയുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമസ്കരിക്കാം. ഏതായിരുന്നാലും വല്ലുഹ, ലുഹ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, രാത്രി, ലൈല് പറഞ്ഞാൽ രാത്രി, രാത്രി തന്നെയാണ് സത്യം. ഇദാ സജ, ഇദാ സജ എന്ന് പറഞ്ഞാൽ ഐ ഇദാ സക്കന, സക്കന എന്ന് പറഞ്ഞാൽ ശാന്തമായി. സക്കൻ എന്ന് പറഞ്ഞാൽ വീടിന് പറയും, സക്കൻ. സെക്കൻഡ് വീടിന് പറയും, മസ്കൻ എന്നൊക്കെ പറയും.
എന്ന് പറഞ്ഞാൽ സമാധാനം ലഭിക്കുന്ന സ്ഥലം എന്നർത്ഥം. വീട്ടിൽ പോയാൽ എന്ത് വേണം? അവിടെ മനസ്സിന് സമാധാനം ഉണ്ടാകണം. അവിടെ കച്ചറയോ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും പിണക്കോ അല്ല, മറിച്ച് എന്താണ്? സമാധാനം ഉണ്ടാകണം. അപ്പോൾ ഇതാണ് വല്ലൈലി ഇദാ സജ, രാത്രി അത് ശാന്തമാകുമ്പോൾ അത് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് പറയാണ് മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, നിന്റെ രക്ഷിതാവ് നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, വമാ ഖലാ, നിന്നോട് ദേഷ്യപ്പെട്ടിട്ടുമില്ല. രണ്ട് കാര്യം പറയുന്നത്. ഒന്ന്, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. വദ്ദഅക എന്ന് പറഞ്ഞാൽ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല എന്നർത്ഥം. വദ്ദഅ എന്ന് പറഞ്ഞാൽ ബിമഅന തറക, ഉപേക്ഷിച്ചു. തറക്ക പറഞ്ഞാൽ ഉപേക്ഷിച്ച, കളയുക. അപ്പോൾ നിന്നെ കളഞ്ഞിട്ടില്ല, നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. വമാ ഖലാ, നിന്നോട് ഈർഷ്യത കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലമായിട്ട് പറയുന്നത്, പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് ചെയ്തു? വഹി ഇറങ്ങി. നമുക്കറിയാം ആദ്യമായിട്ട് വഹി വന്നത് എന്താണ്? മഹാനായ നബി തിരുമേനി 40-ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ ഇരിക്കുന്ന വേളയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് വഹി നൽകിയില്ലേ, കെട്ടിപ്പിടിച്ചു. എന്നിട്ട് വീണ്ടും കെട്ടിപ്പിടിച്ചു, ഓതാൻ പറഞ്ഞു. അങ്ങനെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്നുള്ള ആയത്തുകൾ അവതീർണമായി അല്ലേ. അതിന് ശേഷം കുറച്ച് കാലം എന്താണ്? വഹി വന്നില്ല എന്നുള്ളതാണ്. വഹി എന്താർത്ഥം? അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ മലക്ക് മുഖേന നബിമാർക്ക് എത്തിച്ചു കൊടുക്കുന്നതിനാ വഹി എന്ന് പറയാം. അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ അത് വന്നില്ല. അങ്ങനെ വരാതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പലരും കളിയാക്കാൻ തുടങ്ങി, പലരും ഇങ്ങനെ ആക്ഷേപിക്കാൻ തുടങ്ങി. അതായത് മുഹമ്മദ് എന്ന് പറഞ്ഞ ആളടുത്ത് ഒരുപാട് വഹയി വന്നു എന്നും ജിബ്രീൽ വന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്നാൽ ഇപ്പം എന്താ വരാത്തത് എന്ന് പറഞ്ഞിട്ട് കളിയാക്കാൻ തുടങ്ങി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നബിയുടെ കുടുംബത്തിൽപ്പെട്ട നബിയുടെ എളാപ്പയായിരുന്ന അബൂലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ, തബ്ബത്ത് യദാ അബീലഹബിൻ വതബ് എന്ന് പറഞ്ഞ സൂറത്തിൽ പറയുന്ന അബൂലഹബ് ഉണ്ടല്ലോ, അയാളുടെ ഭാര്യയാണ് ആര്? ഉമ്മു ജമീൽ. ആ സൂറത്തിൽ തന്നെ ആ സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സൂറത്ത് ഓതിയെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്തു? നബിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, നിൻ്റെ അടുത്ത് കണ്ടോ, ഫഖാലത്ത് യാ മുഹമ്മദ്, മുഹമ്മദിൻ്റെ അടുക്കൽ വന്നിട്ട് ആ സ്ത്രീ എന്ത് പറഞ്ഞു? മാ അറാ ശൈത്വാനക ഇല്ലാ ഖദ് തറകക, നിന്നെ ആ ഷെയ്ത്താൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഷെയ്ത്താൻ എന്ന് എന്താ പറയുന്നത് അറിയങ്ങൾ? ശരിക്കും ജിബ്രീൽ വന്നു എന്നവർ അംഗീകരിക്കൂല. ജിബ്രീലിനെ കുറിച്ചൊക്കെ അവർ കേട്ടിട്ടുണ്ട്. ജിബ്രീലിനെ കുറിച്ചും നബിമാരുടെ അടുത്ത് മലക്ക് വരുന്നതിനെ കുറിച്ചൊക്കെ മക്കത്തുള്ള അറബികൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നബിയുടെ അടുത്ത് വന്ന, മുഹമ്മദിൻ്റെ അടുത്ത് വന്ന ആരാണ്? പിശാച്ചാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നിൻ്റെ അടുത്ത് ആ പിശാച്ച് ഇപ്പോൾ വരുന്നില്ലല്ലേ, നിന്നെ ഉപേക്ഷിച്ചു എന്ന് നബിയുടെ കുടുംബത്തിൽപ്പെട്ട നബിയുടെ എളാപ്പയുടെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു. ഫഅൻസലല്ലാഹു അസ്സ വജൽ, ആ സന്ദർഭത്തിലാണ് ഈ സൂറത്ത് ഇറങ്ങിയത്. എല്ലാവരും എന്തു പറഞ്ഞു? ഇതാ മുഹമ്മദേ, നിന്നെ അള്ളാഹു ഉപേക്ഷിച്ചു, ജിബ്രീൽ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഫഅൻസലല്ലാഹു അസ്സ വജൽ ഹാദിഹി സൂറ, അപ്പോഴാണ് ഈ സൂറത്ത് ഇറങ്ങിയത്. ഏത് സൂറത്ത്? വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, പൂർവാഹനം തന്നെയാണ് സത്യം, അതുപോലെ രാത്രി അത് ശാന്തമാകുന്നത് തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, നിന്റെ രക്ഷിതാവ് നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, നിന്നോട് ദേഷ്യം കാണിച്ചിട്ടുമില്ല. കണ്ടോ? അപ്പോൾ അതാണിത്. ഈ സൂറത്ത് ഇറങ്ങാനുള്ള ഒരു കാരണം എന്താണ്? ഒരു വഹയിലുള്ള ഒരു ഗ്യാപ്പ് വന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതിനൊരു ഗ്യാപ്പ്, കുറച്ച് കാലതാമസം ഉണ്ടായി. അപ്പോൾ ആളുകൾ കളിയാക്കാൻ തുടങ്ങി, നബിയെ ഇയാളെ ഉപേക്ഷിച്ചിട്ടുണ്ട്, അള്ളാഹു ഉപേക്ഷിച്ചു എന്ന്. അപ്പോഴാണ് ഇത് ഇറങ്ങിയെന്നുള്ളതാണ്. ഇത് തഫ്സീർ ഇബ്നു കസീറിൽ വന്നിട്ടുള്ള കാര്യമാണ് പ്രിയമുള്ളവരെ. മറ്റൊരു ഹദീസിൽ കാണാൻ വേണ്ടി കഴിയും. എന്താ പറയുന്നത്? ഫഖാലൽ മുശ്രികൂന
ബഹുദൈവ വിശ്വാസികൾ പറഞ്ഞു, വുദ്ദിഅ മുഹമ്മദുൻ, മുഹമ്മദ് തള്ളപ്പെട്ടിരിക്കുന്നു, മുഹമ്മദ് അവഗണിക്കപ്പെട്ടിരിക്കുന്നു. ഫഅൻസലല്ലാഹു അസ്സ വജൽ വല്ലുഹാ വല്ലൈലി ഇദാ സജാ. അപ്പോൾ ആ സ്ത്രീ മാത്രമല്ല, മുശ്രിക്കുകൾ തന്നെ, അവിടെ മക്കത്തുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ തന്നെ എന്താണ്, നബിയുടെ അടുത്ത് വഹി വരുന്നില്ല, നബിയെ അള്ളാഹു ഉപേക്ഷിച്ചു എന്ന് പറയുമായിരുന്നു. ഇത് ഇമാം മുസ്ലിമും ഇമാം തുർമുദിയും ഉദ്ധരിച്ച വചനമാണ്. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ വേണ്ടി കഴിയും പ്രിയമുള്ളവരെ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ലുഹ എന്നുള്ള ഈ സൂറത്ത് അവതരിച്ചതിനെ പറ്റി മുൻഗാമികളായിട്ടുള്ള സലഫുകൾ, പിന്നെ സ്വഹാബത്ത് അവർ പറയാണ്, എന്താ പറയുന്നത്, വഖദ് ദക്കറ ബഅദു സലഫ് മിൻഹും ഇബ്നു ഇസ്ഹാഖ് അന്ന ഹാദിഹി സൂറത്തുല്ലതി ഔഹാഹാ ജിബ്രീലു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹീന തബദ്ദാ ലഹു ഫീ സൂറത്തിഹില്ലതി ഖലഖഹുല്ലാഹു അലൈഹാ. ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങനെയാണോ അള്ളാഹു ജിബ്രീലിനെ സൃഷ്ടിച്ചത്, ആ സൂറത്തിൽ ആ രൂപത്തിൽ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. 600 ചിറകുകൾ അദ്ദേഹത്തിനുണ്ടെന്നാണ് പറയുന്നത്. ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനെ നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ ആ മലക്കിന് പിന്നെ യഥാർത്ഥ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മുഹമ്മദ് നബി എന്നെ വളരെ വളരെ അപൂർവമായിട്ടാണ് കണ്ടിട്ടുള്ളത്. നബിയെ ആ ജിബ്രീലിനെ എങ്ങനെ സൃഷ്ടിച്ചു ആ രൂപത്തിൽ, വേറെ രൂപത്തിൽ കണ്ടിട്ടുണ്ട്, ജിബ്രീൽ നബിയുടെ അടുത്ത് വന്നിട്ടുണ്ട്, ചേർന്നിരുന്നിട്ടുണ്ട്, അതൊക്കെ ശരി. പക്ഷേ എന്താണ്, ഓരോ റമളാനിലൊക്കെ വരാറുണ്ടായിരുന്നു, വഹി കൊണ്ടുവരും. പക്ഷേ യഥാർത്ഥ രൂപത്തിൽ അപൂർവമായിട്ടാണ് കണ്ടത്. അതിലൊരു രംഗമാണ് ഇവിടെ പറയുന്നത്. എന്താ പറയുന്നത് അറിയങ്ങൾ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദ് നബിയുടെ അടുത്ത് യഥാർത്ഥ രൂപത്തിൽ വന്നു. വദനാ ഇലൈഹി ഫതദല്ലാ, നബിയുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നു എന്നുള്ളതാണ്, ദൂരത്തല്ല, വളരെ അടുത്തു വന്നു. എന്നിട്ട് പറയാണ് പ്രവാചകൻ ഫതദല്ലാ മുൻഹബിതൻ അലൈഹി വഹുവ ബിൽ അബ്ത. പ്രവാചകന് മക്കയുടെ അടുത്ത് അബ്തഹ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ, അല്ലാഹു തആല തൻ്റെ ദാസന് നൽകിയിട്ടുള്ള വഹ്യ് ആ ദാസൻ മുഹമ്മദ് നബിക്ക് കൊടുത്തു. പക്ഷെ അള്ളാഹു ജിബ്രീലിന് കൊടുത്ത വഹ്യ് ജിബ്രീൽ എന്ത് ചെയ്തു, മുഹമ്മദ് നബിക്ക് കൊടുത്തു എന്നർത്ഥം. എന്നിട്ട് ഖാല ലഹു ഹാദിഹി സൂറ വല്ലുഹാ വല്ലൈലി ഇദാ സജാ, ആ ഘട്ടത്തിൽ അവതരിച്ചതാണ് ഈ സൂറത്ത് എന്നാ പറയുന്നത്. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അപ്പോൾ ഈ സ്ത്രീ പറയുന്നത് പോലെ, ഈ മുശ്രിക്കീങ്ങൾ പറയുന്നത് പോലെ അല്ലാഹു തആല നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, ജിബ്രീൽ അലൈഹിസ്സലാം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, നിന്നോട് ദേഷ്യം കാണിച്ചിട്ടില്ല എന്ന് മുഹമ്മദ് നബിയെ ആശ്വസിപ്പിക്കുക. മുഹമ്മദ് നബിക്ക് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു, എന്താണ് വരാത്തതെന്ന്. വേറെ ചില റിപ്പോർട്ടുകളിലെ ഈ സൂറത്തിൻ്റെ വിശദീകരണം ചില തഫ്സീറുകളിലൊക്കെ ഒരുപാട് പേജുകളുണ്ട്. അപ്പോൾ ഹദീസുകളുടെ വെളിച്ചത്തിലാണ് പല തഫ്സീറുകളും പിന്നെ കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ അതിലൊക്കെ പറയുന്ന പ്രിയമുള്ളവരെ, എന്താ നിങ്ങൾ, മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചില പിന്നെ മുശ്രിക്കീങ്ങൾ വന്നു, ചില ആളുകൾ വന്നു. എന്നിട്ട് പറഞ്ഞു, ഓ നിൻ്റെ അടുത്ത് ജിബ്രീൽ വരുന്നുണ്ടെന്നല്ല പറയുന്നത്, നീ നബിയാണെന്നല്ല പറയുന്നത്, എന്നാൽ അൽകഹ്ഫിനെ കുറിച്ച് പറഞ്ഞു തരൂ, ദുൽഖർനീനെ കുറിച്ച് പറഞ്ഞു തരൂ എന്നൊക്കെ അവരിങ്ങനെ പിന്നെ പറഞ്ഞു, കളിയാക്കി. എങ്ങനെ അല്ലെ, അൽകഹ്ഫ് മുമ്പ് നടന്ന സംഭവമല്ലേ? അതെ, ഒരുപക്ഷെ നമുക്കറിയാം മക്കത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് മുമ്പ് പല സന്ദേശങ്ങളും കിട്ടിയിട്ടുണ്ട്. ജൂതന്മാരും മക്കത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പിന്നെ എന്തറിയാം, അൽകഹ്ഫിനെ കുറിച്ചും അതുപോലെ പല ചരിത്രങ്ങളും അറിയാം. അപ്പോൾ അതുകൊണ്ട് അൽകഹ്ഫിനെ കുറിച്ചും ദുൽഖർനീനെ കുറിച്ചുമൊക്കെ പറഞ്ഞു തരൂ എന്ന് എന്ത് ചെയ്തു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞു. നബി എന്ത് ചെയ്തു, ഇൻഷാ അല്ലാഹ് നാളെ പറഞ്ഞു തരാറുണ്ട്. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല, നാളെ പറയാമെന്ന് പറഞ്ഞു. പക്ഷേ നാളെ ജിബ്രീൽ വന്നില്ല, പിറ്റേ ദിവസം ജിബ്രീൽ വന്നില്ല. അപ്പോൾ നബിക്ക് വളരെ വിഷമായി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സൂറത്ത് അവതരിപ്പിക്കുന്നത്. ജിബ്രീൽ വന്നില്ല, ഇവരുടെ ചോദ്യത്തിന് ഉത്തരം ശരിക്കും കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോഴാണ് അവർ കളിയാക്കാനും തുടങ്ങിയത്. അങ്ങനെയാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. ഈ സൂറത്തിൽ നബിയെ നീ വിഷമിക്കേണ്ടയില്ല, മുഹമ്മദ് നബിയെ
അങ്ങ് അള്ളാഹുവിൻ്റെ റസൂല് തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങയെ വിഷമിക്കേണ്ടയില്ല, അങ്ങയെ അള്ളാഹു ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, അതാണിത് പറയുന്നത്. അപ്പോൾ എന്നിട്ട് പറയാം വല്ലൈലി ഇദാ സജ. ലൈലി പറഞ്ഞാൽ രാത്രി നമുക്കറിയാം. ഇദാ സജ എന്ന് പറഞ്ഞാൽ ഐസക്കന, ഈ പിന്നെ ശാന്തമാവുക. രാത്രി ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എവിടെയും ലൈറ്റുകളില്ല, യാതൊരു ശബ്ദം കേൾക്കാനില്ല, ഒരു നിശ്ചലമായ രാത്രി. ആ രാത്രി തന്നെയാണ് സത്യം. സത്യത്തിൽ അതെന്താണ്? അതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്താണ്, അള്ളാഹുവിൻ്റെ ആയത്താണത്. നമ്മൾ യാതൊരു സംശയവും വേണ്ട, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്താണ്. പ്രിയമുള്ളവരെ, ഖുർആനിലെ സൂറത്തു ഖസസിൽ ചോദിക്കുന്നുണ്ട്, എല്ലാ ദിവസവും അള്ളാഹു ഭൂമി പടച്ചത് മുതൽ, പ്രപഞ്ചം പടച്ചത് മുതൽ ഖിയാമത്ത് നാൾ വരെ എന്നും വെളിച്ചമാണെങ്കിൽ പകലാണെങ്കിൽ ആരാണ് അവർക്ക് രാത്രിയെ കൊണ്ടുവരിക എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ആരാ കൊണ്ടുവരിക? ആർക്കെങ്കിലും കഴിയോ? ഒരുപാട് വിജ്ഞാനങ്ങളും വിവരങ്ങളും സാങ്കേതിക വിദ്യകളും IT യുഗം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ മംഗൾയാനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്ത് നമുക്ക് കഴിയില്ല? ആ പകൽ മാത്രമാക്കി അള്ളാഹു നിശ്ചയിച്ച രാത്രിയെ കൊണ്ടുവരാൻ കഴിയില്ല. രാത്രി മാത്രമാണെങ്കിലോ പകലിനെ കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഇതിൽ പറയാനെന്താണ്? അതുകൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്യുമ്പോഴേ നമ്മളിപ്പോൾ ആരെ പിടിച്ചേ സത്യം ചെയ്യാൻ പറ്റുള്ളൂ? അള്ളാഹിനെ പിടിച്ചിട്ടേ പറ്റുള്ളൂ. അള്ളാഹു സത്യമേ പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ എൻ്റെ കുട്ടികൾ തന്നെയാണ് സത്യം, ഉമ്മയാണ് സത്യം എന്നൊന്നും പറഞ്ഞ് നമ്മൾ ആളുകളെ പിടിച്ച് സത്യം ചെയ്യാൻ പാടില്ല. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? അള്ളാഹുവിൻ്റെ പല സംഗതികളെക്കുറിച്ചും പിടിച്ച് സത്യം ചെയ്യും. ഇപ്പോൾ വല്ലുഹ, ലുഹ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞു. പിന്നെ വല്ലൈലി, രാത്രി തന്നെയാണ് സത്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാത്രി എന്നുള്ളത് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. വല്ലൈലി ഇദാ യഗ്ഷാ വന്നഹാരി ഇദാ തജല്ലാ. രാത്രി തന്നെയാണ് സത്യം അതിനെ മൂടുമ്പോൾ. വന്നഹാരി ഇദാ തജല്ലാ, പകല് അതിനെ വെളിവാക്കുമ്പോൾ. പകലിനെ രാത്രിയിൽ നിന്ന് പ്രഭാതത്തെ കൊണ്ട് വേർതിരിക്കുക. പ്രഭാതത്തിന് പകലിന് എന്താണ്? രാത്രിയിൽ നിന്ന് വേർതിരിക്കല്ലേ? അത് വലിയ കാര്യം, അള്ളാഹിൻ്റെ കുദറത്താണ്. അള്ളാഹു തആല അതിനെക്കുറിച്ച് ചിന്തിക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ഖുർആനിൽ എത്രയോ തവണ പ്രയോഗിച്ചു. രാപ്പകലുകളുടെ മാറിവരവ് അതൊരു ദൃഷ്ടാന്താണ് പ്രിയമുള്ളവരെ. ഫാലികുൽ ഇസ്ബാഹി വജഅലൽ ലൈല സകന വശംസ വൽ ഖമറ ഹുസ്ബാനൻ ദാലിക തഖദീറുൽ അസീസുൽ അലീം. സൂറത്തു അൻആമിലെ 196-ാമത്തെ വചന. ഫാലികുൽ ഇസ്ബാഹ്, അള്ളാഹു എന്താണ്? രാത്രിയിൽ നിന്ന് പകലിനങ്ങോട്ട് പിളർത്തുന്നവനാണ്. രാത്രി അതിനങ്ങോട്ട് പകലിനങ്ങോട്ട് വേർതിരിക്കുന്നവനാണ്. വജഅലൽ ലൈല സകന, രാത്രി എന്താക്കി? ശാന്തമാക്കി, സമാധാനം കിട്ടുന്ന ഒന്നാക്കി. നിങ്ങൾ നോക്കൂ, രാത്രി എന്താണ്? നമുക്ക് മനുഷ്യന്മാർക്ക് വിശ്രമാണ് അല്ലേ? പക്ഷികളും മൃഗാദികളും ഒക്കെ പല രാത്രിയിൽ എന്ത് ചെയ്യുന്നു? കോടാനക്കോടി ജീവജാലങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്നു. അവരുടെ ശരീരത്തിന് വിശ്രമാണ്. കുറേ ആളുകൾ ഉണർന്നു നിൽക്കുന്നു, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും 90% എന്ത് ചെയ്യുന്നു? ബഹുഭൂരിഭാഗം ആളുകൾ എന്ത് ചെയ്യുന്നു? രാത്രിയിൽ ഉറങ്ങുന്നു. എന്നിട്ട് പറയാണ് വശംസ വൽ ഖമറ ഹുസ്ബാനൻ ദാലിക തഖദീറുൽ അസീസുൽ അലീം. സൂര്യൻ, ചന്ദ്രൻ ഇതൊക്കെ ഹുസ്ബാനൻ, ഹിസാബ് അനുസരിച്ചാണ്, കണക്കനുസരിച്ചാണ് സഞ്ചരിക്കുന്നത്. അത് ആരുടെ കണക്കനുസരിച്ചാണ്? തഖദീറുൽ അസീസുൽ അലീം, പ്രതാപശാലിയായ എല്ലാം അറിയുന്ന അള്ളാഹുവിൻ്റെ കണക്കനുസരിച്ചാകുന്നു. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ സൂര്യൻ ഒരു ഇഞ്ച്, ഒരു സമയം, ഒരല്പം പോലും അത് തെന്നി മാറിക്കൊണ്ടല്ല, മറിച്ച് അതിൻ്റെ കണക്കനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നാണ്. അപ്പോൾ എന്നിട്ട് അള്ളാഹു പറയാണ്, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. മാ വദ്ദഅക, നിന്നെ എന്ത് ചെയ്തില്ല? ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. വമാ ഖലാ ഐ വമാ അബ്ഗല. ഖല എന്ന് പറഞ്ഞാൽ നിന്നോട് ദേഷ്യപ്പെട്ടില്ല എന്ന് പറയില്ലേ? അബ്ഗല, ബുഗ്ള് പറഞ്ഞ കോപം, നിന്നോട് കോപിച്ചിട്ടില്ല. ആ അർത്ഥത്തിലൊക്കെ പ്രയോഗിക്കും. എന്നിട്ട് അള്ളാഹു പറയാണ്, വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. നിനക്ക് ആദ്യത്തേതിനേക്കാൾ അവസാനമാണ് ഏറ്റവും ഖൈറ്. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ഊല എന്ന് പറഞ്ഞ അർത്ഥം ആദ്യം. ആദ്യം എന്ന് പറഞ്ഞാൽ നബിയുടെ
രണ്ടർത്ഥങ്ങളാണ് അതിന് ഉപയോഗിക്കുന്നത്. ഒന്ന്, നബിയുടെ മക്ക കാലഘട്ടം, മക്കയിലുള്ള അവസ്ഥ എന്തായിരുന്നു നമുക്കറിയാം. നബിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ത്വായിഫിലേക്ക് നബി പോയി അല്ലേ. ത്വായിഫിലെ ആളുകൾ നബി എന്ത് ചെയ്തു? കല്ലെറിഞ്ഞു. അമ്മാവന്മാർ, നബിയുടെ അമ്മാവന്മാർ അവിടെ ഉണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്, സഹായിക്കുമെന്ന് വിചാരിച്ച് പോയതാ. മക്കത്ത് ഉപദ്രവമായിരുന്നല്ലോ, സ്വഹാബത്തിനൊക്കെ എറിയുക, സഹാബത്തിനെ അടിക്കുക, ഇതൊക്കെ ആയിരുന്നല്ലോ ചെയ്തിരുന്നത്. അങ്ങനെ ത്വായിഫിലേക്ക് പോയി. ത്വായിഫിൽ പോയിട്ടോ അവിടെ എറിഞ്ഞു, പ്രിയമുള്ളവരെ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന മക്ക കാലഘട്ടത്തെക്കാൾ നിനക്ക് മദീന കാലഘട്ടമാണ്. മദീനയിൽ അൻസാരികളും മുഹാജിറുകളും ഒക്കെ നബിയെ സ്വീകരിച്ചു, സഹായിച്ചു. ഒരു നല്ലൊരു കാലഘട്ടമാണ് മദീനയിൽ. അപ്പോൾ അതാണ് നല്ലത് എന്ന ഇതിനൊരർത്ഥം. അതിനേക്കാൾ ഏറ്റവും പ്രാമാണികമായിട്ടുള്ള, ഏറ്റവും വസ്തുനിഷ്ഠമായ അർത്ഥം തരങ്ങൾ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല, ഐ വദ്ദാറുൽ ആഖിറതു ഖൈറുൻ ലക മിൻ ഹാദിഹി ദാർ. ഈ ദുനിയാവിനേക്കാൾ, ഈ വീടിനേക്കാൾ നിനക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് പരലോകമാകുന്നു. അതായത് മുഹമ്മദ് നബി സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഈ ദുനിയാവിനേക്കാൾ നല്ലത് എന്താണ്? ആഖിറത്താണ്. ഈ ദുനിയാവാണോ നല്ലത് അതോ ആഖിറത്താണോ നല്ലത്? ആഖിറത്താണ് നല്ലത്. നിങ്ങൾ നോക്കൂ, എന്നിട്ട് പറയാ വലിഹാദാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹദൻ നാസി ഫി ദുനിയാ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ മുഴുവൻ മനുഷ്യരിലും വെച്ച് ഏറ്റവും വലിയ ഐഹിക വിരക്തി കാണിക്കുന്നവൻ. സുഹൃദ് എന്ന് പറഞ്ഞാൽ വിരക്തി കാണിക്കുക, അതായത് പിന്നെ ഉന്നത വസ്തുക്കൾ, ഭൗതിക സുഖങ്ങൾ, ഇതിനോടൊക്കെ ഒരു അടുപ്പം കാണിക്കാതിരിക്കുക, വിരക്തി കാണിക്കുക. മനസ്സിലായല്ലോ? ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൻ്റെ നേതാവാണ്, സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ, ഖാതമുൻ നബിയ്യീൻ. അത്ര സ്ഥാനമുള്ള നബി എന്താണ്? അള്ളാഹിൻ്റെ റസൂൽ. നിങ്ങളൊരു ഹദീസ് കേട്ടു നോക്കൂ. അൻ അൽഖമ റളിയല്ലാഹു തആല അൻഹു അൻ അബ്ദുല്ലാഹി ഹുവ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഇൽതജഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹസ്വീരിൻ ഫഅثر في جنبه فلما استيقظ جعلت أمسح جنبه وقلت يا رسول الله ألا آذنتنا حتى نبسط لك على الحسوير شيئا فقال رسول الله صلى الله عليه وسلم ما لي وللدنيا ما أنا والدنيا إنما مثلي ومثل الدنيا كراكب ظل تحت الشجرة ظل تحت شجرة ثم راح وتركتها റവാഹു അഹ്മദ്. അതായത് പറയുന്നത് എന്താ നിങ്ങൾ, പ്രവാചകൻ ഒരിക്കൽ ഉറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഉറങ്ങി. ആരാ പ്രവാചകൻ? മദീനയിലെ ഒരു രാജാവാണ്. ആ നിലക്കാണ്. മദീനയിൽ അന്ന് ഇസ്ലാമിക ഭരണമായിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും നബിയുടെ കീഴിലാണ്. ഒരു ഇസ്ലാമിക രാജ്യം കണക്കായിട്ടുണ്ട്. ആ ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് നബി എന്താണ്, ഒരു പായിൽ കിടന്നുറങ്ങാം. പായിൽ കിടന്നുറങ്ങിയിട്ട് എന്ത് ചെയ്തു? ഫഅസ്റ ഫീ ജംബിഹി. പായ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? എങ്ങനെയുള്ള പായ? നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന പായൊന്നുമല്ല, മറിച്ച് ഈത്തപ്പനയുടെ പട്ടയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഈ തടുക്കൊക്കെ മുടയും. ഇപ്പം തടുക്കൊന്നും മുടയില്ലല്ലേ, മുമ്പൊക്കെ തടുക്കൊക്കെ മുടയുമായിരുന്നു. എന്നിട്ട് ധാരാളമായിട്ട് ഉപയോഗിക്കുമായിരുന്നു. അപ്പം അതിലിങ്ങനെ കടന്നിട്ട് പ്രവാചകൻ്റെ മുതുകിലൊക്കെ എന്താണ്, ആ പായിൻ്റെ ഒരു അടയാളം കണ്ടു. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, അള്ളാഹുവിൻ്റെ റസൂലേ, യാ റസൂലല്ലാ, അലാ ആദൻതനാ ഹത്താ നബ്സുത ലക അലൽ ഹസീരി ഷൈആ. പ്രവാചകരെ, നിങ്ങൾക്ക് ഈ പായയിൽ വല്ല തുണിയും, നല്ല മിനുസുള്ള തുണിയൊക്കെ ഒന്ന്, വല്ല വസ്തുക്കളൊന്ന് വിരിക്കാൻ ഒന്ന് ഞങ്ങളോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂൽ പറയാണ്, മാലി വലിദ്ദുന്യാ, എനിക്ക് എന്തിനാണ് ഈ ദുനിയാവ്? ഞാൻ ഈ ദുനിയാവിന് വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കുന്നില്ല. മാ അനവനുദ്ദു വദ്ദുന്യ, ഞാൻ ഈ ദുനിയാവിന് ഞാൻ എത്ര പ്രാധാന്യം കൽപ്പിക്കണുള്ളൂ അറിയുങ്ങൾ? ഇന്നമാ മസലീ വ മസലു ദുന്യാ കറാകിബിൻ ലല്ല തഹ്ത ഷജറത്തിൻ. ഒരു യാത്രക്കാരനുണ്ട്, ഒരു സഞ്ചാരി, അയാൾ നടന്നു പോവുകയാണ്. കുറേ നടക്കുമ്പോൾ അയാൾ ദാഹിക്കും, വെയിൽ കൊണ്ട് ക്ഷീണിക്കും. അപ്പോൾ ഒരു മരത്തിൻ്റെ ചോട്ടിൽ അയാൾ എന്ത് ചെയ്യും? വിശ്രമിക്കും.
ആ വിശ്രമം അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അയാൾ നടക്കും എന്നതുപോലെ വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രമാണ് ഈ ദുനിയാവിൽ ജീവിക്കുന്നത് എന്നതുപോലെയാണ് എനിക്ക് ദുനിയാവ് എന്നുള്ളതാണ് ഇമാം അഹമ്മദ് ഉദ്ധരിച്ച വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ റസൂല് ഈ ദുനിയാവിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചതെന്ന് പ്രിയമുള്ളവരെ. ഇതൊക്കെ പറയാൻ സമയമില്ല, നമ്മളെ സമയം അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ദുനിയാവാണ് ഏറ്റവും, ദുനിയാവിനേക്കാൾ ആഖിറത്താണ് ഏറ്റവും പ്രവാചകന് ഉത്തമമായിട്ടുള്ളത്. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർലാ. എന്നിട്ട് നബി അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. എന്താ പറയുന്നത്? നബിയെ, നിങ്ങൾക്ക് വഴിയെ നൽകും, നിന്റെ രക്ഷിതാവ് വഴിയെ നൽകും, പല അനുഗ്രഹങ്ങളും നൽകും. ഫതർലാ, അപ്പം നിങ്ങളത് തൃപ്തിപ്പെടും. എന്താ പറയുന്നത് നിങ്ങൾ? ആ ഒരു ഹദീസിൽ കാണാം, ഐ ഫിദ്ദാരിൽ ആഖിറതി യുഅ്തി ഹത്താ യുർലിയഹു ഫീ ഉമ്മത്തി. നിങ്ങൾ നോക്കൂ, പ്രവാചകരെ നിങ്ങൾക്ക് പിന്നീട് നൽകും, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും. വഫീമ അഅദ്ദലഹു മിനൽ കറാമതി വമിൻ ജുംലതിഹി നഹ്റുൽ കൗസർ അല്ലദി ഹാഫതാഹു ഖിബാബുൽ ലുഅ്ലിൽ മുജവ്വഫ്. അതായത് ഒരുപാട് അനുഗ്രഹങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹിൻ്റെ റസൂലിന് നൽകും. പ്രത്യേകിച്ച് ഹൗലുൽ കൗസർ പറയാറില്ലേ? കൗസർ എന്ന് പറയുന്ന നദി, ഹൗല് പറഞ്ഞാൽ ശരിക്കും ടാങ്കാണ്, നമ്മളങ്ങനെ പറഞ്ഞ് ശീലിച്ചു വന്നുള്ളൂ. ശരിക്ക് കൗസർ പറഞ്ഞാൽ എന്താണ്? ഒരു നെഹ്റുൽ കൗസർ എന്നാണ് അതിന് പ്രയോഗിച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ? ശരി, ഏതായിരുന്നാലും അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പിന്നെ ഹൗലുൽ കൗസർ എന്ന് പറഞ്ഞാൽ അതിലെ പാനപാത്രങ്ങൾ, കുടിക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ആകാശത്ത് ഇങ്ങനെ മിന്നിത്തിളങ്ങുന്ന ആ നക്ഷത്രങ്ങൾ പോലെയായിരിക്കും എന്നുള്ളതാ. അതിലെ വെള്ളം എന്ന് പറഞ്ഞാൽ അത് കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കൂല. അത് പാലിനേക്കാൾ വെളുത്തതായിരിക്കും, തേനിനേക്കാൾ മധുരമുള്ളതായിരിക്കും, കസ്തൂരിയേക്കാൾ അത്യബ് മിൻ റിഹൽ മിസ്ക്, അതായത് കസ്തൂരിയേക്കാൾ സുഗന്ധമായിരിക്കും. അതാണ് കൗസർ. നിങ്ങൾ നോക്കൂ, വല സൗഫ യുഅ്തീക റബ്ബുക ഫതർലാ. എന്നിട്ട് നിങ്ങൾ നോക്കൂ, വേറെ ഇത് പറയുന്നത്, ഫഅഅതാഹു ഫിൽ ജന്ന അൽഫ ഖസ്റിൻ ഫീ കുല്ലി ഖസ്റിൻ മാ യൻബഗി ലഹു മിനൽ അസ്വാജ് വൽ ഖദം. റവാഹു ഇബ്നു ജരീർ മിൻ തരീഖിഹി വഹാദാ ഇസ്നാദുൻ സ്വഹീഹുൻ. അതായത് സഹീഹായ പരമ്പരയിലൂടെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ച് പറയാണ്, അള്ളാഹു തആല സ്വർഗത്തിൽ അദ്ദേഹത്തിന് എന്താണ് 1000 കൊട്ടാരം തന്നെ നൽകുന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? അനന്തമായിട്ടുള്ള പരിധിയില്ലാത്ത ഐശ്വര്യങ്ങളും സുഖങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിന് അവിടെ നൽകും, സ്വർഗത്തിൽ നൽകും. ഫീ കുല്ലി ഖസ്റിൻ മാ യൻബഗി ലഹു മിനൽ അസ്വാജ് വൽ ഖദം. പ്രവാചകൻ ആഗ്രഹിക്കുന്നത്ര ഭാര്യമാര്, അതുപോലെ തന്നെ സേവകന്മാര്, സൗകര്യങ്ങൾ, ഐശ്വര്യങ്ങൾ, സുഖങ്ങൾ, ഇതൊക്കെ നൽകും എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലെ റസൂൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതിലേക്കാ പിന്നീടുള്ള ആയത്തുകൾ വരുന്നത്. അലം യജിദ്ക യതീമൻ ഫആവാ. അല്ലയോ മുഹമ്മദ് നബിയെ, നീ ഒരു അനാഥനായിരുന്നില്ലേ, ഒരു യതീമായിരുന്നില്ലേ, എന്നിട്ട് നിനക്ക് നാം അഭയം നൽകിയില്ലേ? നബി ആരായിരുന്നു? നബി ജനിച്ചപ്പോൾ പിതാവുണ്ടായിരുന്നോ? നബി ജനിക്കുന്നതിൻ്റെ മുമ്പ് വാപ്പ മരണപ്പെട്ടു അല്ലേ? നബി ജനിച്ച് 6 വയസ്സായപ്പോൾ എന്ത് ചെയ്തു? ഉമ്മ മരണപ്പെട്ടു. നബി ജനിച്ചിട്ട് 8 വയസ്സായപ്പോൾ നബിനെ സംരക്ഷിച്ചിരുന്ന വല്ലിപ്പ മരണപ്പെട്ടു. നബി പിന്നെ ആരാണ് നബിനെ സംരക്ഷിച്ചത്? നബിയുടെ പിതാമഹനായിട്ടുള്ള അബൂ ത്വാലിബായിരുന്നു. അബ്ദുള്ള മരണപ്പെട്ടു, പിതാവ്. പിന്നീട് ആമിന, റസൂലുള്ളാഹിന്റെ ഉമ്മ ആമിന ബീവി മരണപ്പെട്ടു. പിന്നീട് പ്രവാചകന്റെ അബ്ദുൽ മുത്തലിബ്, പിതാമഹൻ വല്ലിപ്പ മരണപ്പെട്ടു. പിന്നെ അബൂ ത്വാലിബ് യതീം, ചെറുപ്പത്തിൽ എന്താണ്? യതീമായിട്ട് പറന്നു വീണു, അനാഥ യതീം. അലം യജിദ്ക യതീമൻ ഫആവാ. എന്നിട്ട് എന്ത് ചെയ്തു? നാം അഭയം നൽകി, ആശ്രയം നൽകി. പിന്നീട് ആ ചെറുപ്പകാലമൊക്കെ അങ്ങനെ കഴിഞ്ഞാലും പിന്നീട് വിവാഹം ആയി. അബൂ ത്വാലിബ് നോക്കി, പിന്നെ ഖദീജ വന്നു. ഒരുപാട് ദാരിദ്ര്യം, പ്രയാസമൊക്കെ ആയിരുന്നു. ഖദീജ വന്നിട്ട് എന്ത് ചെയ്തു? ഒരു ഭാര്യയാണെങ്കിലും ഒരു ഉമ്മയുടെ സ്നേഹം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വലിയ സ്നേഹം, ഒരു വലിയ ആ ഖദീജ ബീവി എന്ന് പറഞ്ഞാൽ നബിയുടെ ഭാര്യ മാത്രമല്ല, മക്കത്തെ ഒരു എന്താണ് പ്രമുഖ സ്ഥാനമുള്ള വ്യക്തിയായിരുന്നു എന്നുള്ള, ഒരുപാട് സമ്പത്തിൻ്റെ ഉടമയായിരുന്നു. അവരൊരു വാക്ക് പറഞ്ഞാൽ മക്കത്തെ ആളുകൾക്കിടയിൽ വലിയ വില ഉണ്ടായിരുന്ന. ശരി, ഇതൊക്കെ വിശദീകരിക്കാനും സമയമില്ല. എന്നിട്ട് പറയാണ്, വവജദക ളാല്ലം ഫഹദാ. നീ വഴിയറിയാത്തവനായിരുന്നു, ഫഹദാ, നിനക്ക് മാർഗദർശനം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
ചെറുപ്പത്തിൽ 40 വയസ്സിലാണല്ലോ ഇസ്ലാം വരുന്നത്, വഹി വരുന്നത്. അതുവരെ എന്താണ് പ്രവാചകനെക്കുറിച്ച് പ്രവാചകന് കാര്യങ്ങളൊന്നും അറിയില്ല. പ്രവാചകന് വിഗ്രഹാരാധന നടത്തിയിട്ടില്ല. അന്നൊക്കെ ലാത്ത, ഉസ്സ, മനാത്ത ഇതിനൊക്കെ ആരാധിക്കുന്ന സ്വഭാവമായിരുന്നു. അതുപോലെ കള്ളുകുടിക്കുന്ന ആളുകളായിരുന്നു, പലിശ, അതുപോലെ തന്നെ സ്ത്രീ വിഷയങ്ങൾ, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നബിയൊന്നും അതിലൊന്നും പെട്ടിട്ടില്ല. എങ്കിൽ പോലും എന്താണ്, അങ്ങനെ വഴിയറിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ നടക്കുന്ന ഘട്ടത്തിൽ ഫഹദാ, മാർഗദർശനം നൽകിയില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഖുർആൻ ഇതിനൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള വിശദീകരണം. വകദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ മാ കുൻത തദ്രീ മൽ കിതാബു വലൽ ഈമാൻ വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ വഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം. സൂറത്തു ഷൂറയിൽ 52-ാമത്തെ ആയതാ. എന്താണ് ഈമാൻ, എന്താണ് വേദഗ്രന്ഥം എന്ന് നിനക്കറിയുമായിരുന്നില്ല, അതൊക്കെ അവതരിപ്പിച്ചു തന്നു, നിന്നെ അനുഗ്രഹിച്ചു. എന്നിട്ട് പറയാണ്, എന്താ പറയുന്നത്, വവജദക ആയിലം ഫഅഗ്നാ, നീ ദരിദ്രനായിരുന്നു, നിനക്ക് സമ്പത്ത് നൽകി. ഖദീജാബി വന്നപ്പോഴേ ആ ഖദീജാബിയുടെ കച്ചവടത്തിൻ്റെ മേൽനോട്ടക്കാരനായി. അങ്ങനെ ഒരുപാട് പൈസ, ഒരു പണം. ആദ്യമൊക്കെ എന്താണ്, പച്ചവെള്ളം കുടിക്കാനുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നില്ല. പിന്നീട് അല്പസ്വല്പമൊക്കെ പണവും സമ്പത്തൊക്കെ കിട്ടി ആളുകളെ സഹായിക്കുന്ന ഒരവസ്ഥ എത്തി. അതുകൊണ്ട് അനാഥയെ നീ ആക്രമിക്കരുത്, അല്ലെങ്കിൽ നീ ആട്ടിയോടിക്കരുത്. ഇവിടെ തക്ഹർ, ഫലാ തക്ഹർ എന്ന് പറഞ്ഞ ഫലാ തുളിമുഹു വലാ തഗ്ലിബുഹു അലാ ഹഖ്ഖിഹി. കണ്ടോ, നീ അനാഥയെ എന്ത് ചെയ്യരുത്, അവനോട് അനീതി കാണിക്കരുത്, അവനെ ആക്രമിക്കരുത്, അവനോട് അപമര്യാദയായിട്ട് പെരുമാറരുത്. യതീമിനെ നമ്മൾ എന്ത് ചെയ്യണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം. വ അമ്മ സായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്നവരെ വിരട്ടി ഓടിക്കരുത്. വ അമ്മ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നീ നിന്റെ അനുഗ്രഹം, അള്ളാഹു ചെയ്തെന്ന അനുഗ്രഹം, അതിനെക്കുറിച്ച് നീ സംസാരിക്കണം. നമുക്ക് തൽക്കാലം നിർത്താം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുവാനും ആ റസൂലിൻ്റെ മാതൃക പിൻപറ്റി ജീവിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സ്വല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സലാം.